പ്രിയമുള്ളവരെ, വചനജ്വാല 1769 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 5 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 43 അധ്യായം 20 മുതൽ 27 വരെയും 44 അധ്യായം 1 മുതൽ 10 വരെയുമുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അതിൽ നിന്ന് കുറെ രക്തമെടുത്ത് ബലിപീഠത്തിന്റെ 4 കൊമ്പുകളിലും തട്ടിന്റെ 4 കോണുകളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടുക. അങ്ങനെ അതിനെ പാപത്തിൽ നിന്ന് പവിത്രീകരിക്കുകയും അതിനുവേണ്ടി പരിഹാരം ചെയ്യുകയും വേണം. നീ പാപ പരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ വിശുദ്ധ സ്ഥലത്തിന് പുറത്ത് ദേവാലയത്തിന്റെ വകയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് വേണം ദഹിപ്പിക്കാൻ. 2-ാം ദിവസം ഊനമറ്റ ഒരു കോലാട്ട് കൊറ്റനെ പാപപരിഹാര ബലിയായി നീ അർപ്പിക്കണം. കാളക്കുട്ടിയെ കൊണ്ട് ബലിപീഠം ശുദ്ധീകരിച്ചതുപോലെ ഇതിനെ കൊണ്ടും ശുദ്ധീകരിക്കണം. അത് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു മുട്ടാടിനെയും നീ ബലിയർപ്പിക്കണം. നീ അവയെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറി അവയെ ദഹനബലിയായി കർത്താവിന് സമർപ്പിക്കും. പാപപരിഹാര ബലിക്കായി ഒരു കോലാടിനെ വീതം 7 ദിവസത്തേക്ക് നീ ബലിയർപ്പിക്കണം. ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു ആട്ടിൻകൊറ്റനെയും കൂടി നീ ഇപ്രകാരം സമർപ്പിക്കണം. 7 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിന് വേണ്ടി പരിഹാരം ചെയ്യുകയും അത് ശുദ്ധീകരിക്കുകയും അങ്ങനെ അതിനെ പ്രതിഷ്ഠിക്കുകയും വേണം. 8-ാം ദിവസം മുതൽ നിങ്ങളുടെ ദഹന ബലികളും സമാധാന ബലികളും പുരോഹിതന്മാർ ബലിപീഠത്തിൽ സമർപ്പിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ഇനി നമ്മള് 44 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം. ദേവാലയത്തിലെ നിബന്ധനകൾ. വിശുദ്ധ സ്ഥലത്തിന്റെ പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് അവൻ എന്നെ തിരികെ കൊണ്ടുവന്നു. അത് അടച്ചിരുന്നു. കർത്താവിനോട് അരുളി ചെയ്തു, ഈ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും, അത് തുറക്കപ്പെടുകയില്ല, ആരും അതിലൂടെ പ്രവേശിക്കുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് അടഞ്ഞു കിടക്കണം. കർത്താവിന്റെ സന്നിധിയിൽ അപ്പം ഭക്ഷിക്കാൻ രാജാവിന് മാത്രം അവിടെ ഇരിക്കാം. അവൻ പടിപ്പുരയുടെ പൂമുഖത്തിന്റെ പാർശ്വകവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം. വടക്കേ പടിപ്പുരയിലൂടെ അവൻ എന്നെ ദേവാലയത്തിന്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കമഴ്ന്നു വീണു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, കർത്താവിന്റെ ആലയത്തെപ്പറ്റി ഞാൻ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷിച്ചു കാണുകയും കേൾക്കുകയും ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ദേവാലയത്തിൽ ആർക്ക് പ്രവേശിക്കാം,
ആർക്ക് പ്രവേശിച്ചുകൂടാ എന്ന് നീ ഓർത്തുകൊള്ളുക. ധിക്കാരികളുടെ ആ ഭവനത്തോട്, ഇസ്രായേൽ ഭവനത്തോട് തന്നെ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിന്റെ മ്ലേച്ഛതകൾ അവസാനിപ്പിക്കുക. എനിക്ക് ഭക്ഷണമായി മേധസ്സും രക്തവും സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദിതരായ അന്യരെ എന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പിച്ച് അതിനെ അശുദ്ധമാക്കുന്നത് നിർത്തുവിൻ. എല്ലാവിധ മ്ലേച്ഛതകൾക്കും ഉപരി നിങ്ങൾ എന്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചില്ല. എന്റെ വിശുദ്ധ ആലയം സൂക്ഷിക്കാൻ നിങ്ങൾ അന്യരെ ഏർപ്പെടുത്തി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദിതരായ അന്യരാരും എന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത്. ഇസ്രായേൽ വഴിപിഴച്ച കാലത്ത് എന്നിൽ നിന്നകന്ന് വിഗ്രഹങ്ങളുടെ പിറകെ പോയ ലേവ്യർ അതിനുള്ള ശിക്ഷ അനുഭവിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ആന്റണി സക്കറിയായെ അനുസ്മരിക്കുന്നു. ബെർണബൈറ്റ്സ് എന്ന സഭ സ്ഥാപിച്ച വൈദികനായ ഫാദർ ആന്റണി മരിയ സക്കറിയ ഇറ്റലിയിലാണ് ജനിച്ചത്. അമ്മ 18-ാം വയസ്സിൽ വിധവയായതിനെ തുടർന്ന് മകന്റെ വിദ്യാഭ്യാസത്തിന് തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു. 22-ാം വയസ്സിൽ ഒരു ബിഷഗ്വര പരീക്ഷ ജയിച്ച് ദരിദ്രരുടെ ഇടയിൽ സേവനം ചെയ്തുകൊണ്ട് വൈദിക പഠനം പൂർത്തിയാക്കുകയും 28-ാം വയസ്സിൽ വൈദികനാവുകയും ചെയ്തു. മിലാനിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ സഭകൾ തുടങ്ങി. വൈദികരുടെയും സന്യസ്തരുടെയും ജീവിത നവീകരണമായിരുന്നു ലക്ഷ്യം. വിശുദ്ധ പൗലോസിന്റെ ശിഷ്യനായ വിശുദ്ധ ബർണബാസിന്റെ നാമത്തിലാണ് ബർണബൈറ്റ് സഭ സ്ഥാപിച്ചത്. ഒരു ധ്യാനം നയിച്ചുകൊണ്ടിരിക്കെ രോഗിയായി സ്വഭവനത്തിൽ പോയി അമ്മയുടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് 36-ാം വയസ്സിൽ ദിവംഗതനായി. പ്രിയമുള്ളവരെ, മിലാന്റെ അപ്പസ്തോലനായിട്ടാണ് ഫാദർ ആന്റണി സക്കറിയ അറിയപ്പെടുക. പ്രിയമുള്ളവരെ, ഫാദർ ആന്റണി മരിയ സക്കറിയായുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു.